തിരുവനന്തപുരം ജില്ലയിൽ പാർവതി പുത്തനാറിന്റെ കരയിൽ കരിക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളീഭാവമായ ചാമുണ്ഡി അഥവാ ചാമുണ്ടേശ്വരി കരിക്കകത്തമ്മ എന്ന ഭഗവതി അറിയപ്പെടുന്നു. ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച ഭദ്രകാളി ചണ്ടൻ, മുണ്ടൻ എന്നീ രാക്ഷസന്മാരെ വധിച്ചതിനാൽ ദേവി ചാമുണ്ട എന്ന പേരിലും ദേവി അറിയപ്പെടുന്നുണ്ട്. ഒരു ഭഗവതി സങ്കല്പം ഇവിടെ 3 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട്. കരിക്കകത്തമ്മയുടെ 2026 ഉത്സവ മഹാമഹം മാർച്ച് 24 മുതൽ 30 വരെ നടത്തപ്പെടുന്നു. അതിൽ കരിക്കകത്തമ്മയുടെ പ്രസിദ്ധമായ കരിക്കകം പൊങ്കാല 2026 മാർച്ച് 30 രാവിലെ 10:15 നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ടേശ്വരി കൂടാതെ രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി കൂടാതെ ഉപദേവതകളായി മഹാഗണപതി, ധർമ്മശാസ്താവ്, ഭുവനേശ്വരി ദേവി, മഹാദേവൻ, നാഗരാജാവ്, ഗുരുമൂർത്തി, മന്ത്രമൂർത്തി എന്നീ ഉപദേവതകളും ഇവിടെ ഉണ്ട്. പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിക്ക് ചാമുണ്ടേശ്വരി ദേവി ആദിപരാശക്തിയുടെ കാളീഭാവവും മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോക വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. പ്രധാന പ്രതിഷ്ഠയുടെ ഇടതുഭാഗത്തായി രക്തചാമുണ്ടിയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നു. ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി. ഭദ്രകാളിയുടെ വലിയ ചുവർ ചിത്രമാണ് ഈ നടയിൽ ഉള്ളത്. പ്രതിഷ്ഠ ഇല്ലാത്തതിനാൽ ഈ നട എപ്പോഴും അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന നട തുറക്കുന്നത് നടതുറപ്പ് വഴിപാടായി ഭക്തർ നടത്തി വരുന്നു. ബാലചാമുണ്ഡി. രക്തചാമുണ്ഡി നടയോട് ചേർന്നാണ് ബാലചാമുണ്ടിയുടെ നട സ്ഥിതി ചെയ്യുന്നത്. വളരെ സൗമ്യ രൂപത്തിലുള്ള ഭഗവതിയാണ് സങ്കല്പം. ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർ ചിത്രമാണ് ഇവിടെ ഉള്ളത്. ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവുമായ ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ചടങ്ങാണിത്. രാവിലെ 10:15 ആരംഭിക്കുന്ന പൊങ്കാല ഉച്ചയ്ക്ക് 2:15 തർപ്പണത്തോടുകൂടി അവസാനിക്കുന്നു. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ മഹാപ്രസാദകൂട്ട് ചരിത്ര പ്രസിദ്ധമാണ്. ഉത്സവത്തിലെ 7 ദിവസവും 3 നേരവും ഭക്തർക്ക് ഭക്ഷണം നൽകി വരുന്നു. അതിൽ ഉച്ചയ്ക്ക് സദ്യയിൽ 20-ൽ പരം കറികളും പായസവും അടങ്ങിയ സദ്യയാണ് ഭക്തർക്ക് നൽകി വരുന്നത്. ക്ഷേത്രത്തിലെ 6ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം 2026 മെയ് 1 മുതൽ 10-ാം തീയതി വരെ യജ്ഞാചാര്യൻ ശ്രീ ഹരീഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു.